എല്ലാവർക്കും നമസ്കാരം. ആഘോഷം ശരിക്കും ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ആണ്. ഇതിന്റെ ബേസ് ക്യാമ്പസ് ആണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു കഥ, കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സമയത്ത് നടന്ന ഒരു കഥ ഇതിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സസ്പെൻസിന്റെ എലിമെന്റ് ആയിട്ട് വരും. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല, എത്രയായിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓൺ ദ ഹോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഫാമിലിയുടെ കൂടെ പോയി എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു എന്റർടൈനറാണ് ആഘോഷം. ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമ്പസ് ചിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ആൻഡ് വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ചിത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള അവരുടെ ബന്ധം, അവരുടെ കണക്ഷൻ എപ്പോഴും നമ്മളൊരു ഭക്തി ബഹുമാനത്തോടു കൂടിയാണെങ്കിൽ ഇപ്പൊ കുറെ കൂടി ഫ്രണ്ട്ലി ആയിരിക്കുകയാണ്. പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഈ സിനിമയിലൂടെയും കാണാം. അതെനിക്ക് തോന്നുന്ന ട്രെയിലറിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഓൺ സെറ്റും ഓഫ് സെറ്റും വളരെ ഏറെ ആഘോഷിച്ച് തന്നെ ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഇതിന്റെ എനിക്ക് തോന്നുന്നു അതിലൊരു മുഖ്യ കാരണം ഇതിന്റെ സംവിധായകനും ഇതിന്റെ പ്രൊഡക്ഷനിലെ ചേച്ചിയും ടീമൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ ചെല്ലുന്ന സെറ്റുകൾ ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ ജോവിയൽ ആയിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സന്തോഷം, ഒരു ആഗ്രഹം തോന്നും. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ സംതൃപ്തരാണ് ഈ പടം ചെയ്തതിൽ. അപ്പോ ഇനി എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിനെ എനിക്ക് തോന്നുന്നു അമൽ തുടങ്ങാം അല്ലേ, ആഘോഷത്തെ പറ്റി. അമൽ. എല്ലാവർക്കും നമസ്കാരം. ഗുമസ്തന് ശേഷം ഞാൻ ചെയ്ത സിനിമയുടെ ആഘോഷം CM ഗ്ലോബൽ മൂവീസിന്റെ ഭാഗത്തുള്ള നമ്മുടെ ലിസി ചേച്ചി, ഡോക്ടർ പ്രിൻസ് ജോസി, ഡോക്ടർ ദേവസി, അങ്ങനെ കുറച്ച് ആൾക്കാരെ ഒരു കൂട്ടുകാരിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെ ആഘോഷം. ഇതൊരു കോളേജ് സബ്ജക്റ്റാണ്, ഒരു ക്യാമ്പസ് പരിപാടിയാണ്. അപ്പം കോളേജ് എന്ന് പറയുന്നത് അറിയാം, ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ എല്ലാ കളറും അല്ലെങ്കിൽ എല്ലാ ഒരു ജോലിയും കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇതിന്റെ ടാഗ്ലൈൻ തന്നെ ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻസ് ആണ്. അപ്പൊ ആ ടാഗ്ലൈൻ പോലെ തന്നെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് സിനിമ. അതേപോലെ തന്നെ ഈ പടത്തിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ ഹീറോ നരേന്ദ്രയുണ്ട്, ബോബി ചേട്ടൻ, ജയ്സേട്ടൻ, ഈ ഇരിക്കുന്ന ആൾക്കാരെ കൂടാതെ നമുക്കിപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, വിജയരാഘവൻ, രഞ്ജി പണിക്കർ സാർ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ്, ജോണി അലിച്ചേട്ടൻ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ് ആഘോഷം. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഒത്തിരി സിനിമകൾ വരുന്നത് എനിക്കറിയാം. പഴയ പടങ്ങൾ റിലീസ് ഉണ്ട്, ഓൾറെഡി റിലീസായ പടങ്ങളുണ്ട്. അപ്പൊ ആ കൂടുതൽ നമ്മുടെ ഈ ആഘോഷം ഒരാഘോഷമായി തന്നെ മാറുന്നൊരു പ്രതീക്ഷയും വിശ്വാസവും നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. December 20th പടം റിലീസ് ചെയ്യുന്നു. അപ്പം എല്ലാവരും തന്നെ പടം ഏറ്റെടുക്കും. ഗുമസ്തനെ ഏറ്റെടുത്തോളം ഈ പടവും ഏറ്റെടുക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ വന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് നോക്കാല്ലേ. പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ റിലീസാകാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രമാണ്, മൂന്നാമത്തെ ചിത്രമല്ല, സുമതിപുരത്തിന് ശേഷം റിലീസാകാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് സബ്ജക്റ്റ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കിങ്സ് ബേലി എന്നാണ്. ഈ കോളേജ് ക്യാമ്പസിൽ ഒരു ക്യാൻറ്റീൻ നടത്തി വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ക്യാൻറ്റീൻ നടത്തി പിള്ളേരുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ചു പോകുന്ന നായകനോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. 25-ാം തീയതി സിനിമ ഇറങ്ങാനാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമസ്കാരം. അതുപോലെ തന്നെ ഗുമസ്തന് ശേഷം അമലിൻ്റെ കൂടെ മറ്റൊരു പടം കൂടി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതാണ്. സ്ഥിരമായി ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിലയിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പോലത്തെ ഒരു കഥാപാത്രമാണ് എനിക്ക് ആഘോഷത്തിൽ കിട്ടിയത്. അതെനിക്ക് പറ്റുന്ന പോലെ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയായിട്ട് മക്കളോടൊപ്പം അല്ലെങ്കിൽ കാരണവന്മാരോടൊപ്പം ഒക്കെ പോയി ഒരുമിച്ച് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി ത്രില്ലിംഗ് മൂമെന്റ്സ് ഉള്ള നല്ലൊരു കഥയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ പരിചയപ്പെടുത്താം.
ഗൗതം വിൻസെന്റ്. അദ്ദേഹമാണ് നമ്മുടെ 2 സോങ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതായത് ലൈഫിൽ പാട്ട് പാടിയിട്ടുമുണ്ട്. ഇവർ രണ്ടുപേരും നല്ല കലാകാരന്മാരാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഗൗതം സംഗീതം ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മ്യൂസിക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന ചിത്രങ്ങളിലെല്ലാം സംഗീതത്തിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. പാട്ടുകളെ എപ്പോഴും സ്നേഹിക്കുകയും എവിടെ ചെന്നാലും പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഗൗതമിന് നല്ലൊരു 2 പാട്ടുകൾ ചെയ്യാനുള്ള ഒരു വലിയ അവസരം ഈ ആഘോഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഗൗതം പറയും. എല്ലാവർക്കും നമസ്കാരം. ഈ 2025 ക്രിസ്മസ് എനിക്ക് എന്തുകൊണ്ടും വളരെയധികം ആഘോഷകരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആണ്. കാരണം ഇത്രയും നാളും കുറെ സിംഗേഴ്സും ജിംഗേഴ്സും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാൻഡ് ഷോസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് മലയാള സിനിമയിലോട്ട് ഒരു എൻട്രി എനിക്ക് കിട്ടുന്നത്. അതിന് ഞാൻ CM Global Movies കമലേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു പടത്തിൽ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലവ് സോങ് ആണ്, പിന്നെ ലഹരിക്കെതിരെയുള്ളൊരു ഗാനം. ഈ 2 ഗാനങ്ങൾ ഈ ദിവസങ്ങളിലായിട്ട് യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു ആദ്യത്തെ ചിത്രമാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. സോ ഗ്രേട്ടൻ പറഞ്ഞ പോലെ ആഘോഷന്റെ 2ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് പബ്ലിക് കെയർടേക്കർ ആയിരുന്നു. ഇവിടെ വന്നപ്പം എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയും നമുക്കങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു തുടങ്ങിയതെല്ലാം. പക്ഷേ ഇവരെല്ലാവരും അടിപൊളിയാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും കൂടെ കോ ആക്ടേഴ്സ് നാരായണേട്ടൻ, ബോബി ചേട്ടൻ, ജയ്സേട്ടൻ, ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. ഇനി എല്ലാവരുമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ എത്തി നിൽക്കുകയാണ്. 2 ദിവസം കൊണ്ട് റിലീസാണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഒരുപാട് സന്തോഷം ആഘോഷത്തിന്റെ പാർട്ടാവാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് സിനിമയിലൂടെ വിളിക്കുന്നത് ജയസേട്ടനാണ്. ഒരു കാസ്റ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഫോട്ടോസ് എൻ്റെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഈ ഒരു പടത്തിലെ ഒരു കോളേജിന്റെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടം നടക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പോൾ ജയസേട്ടൻ വിളിച്ചു, പൂജയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ എല്ലാ ക്രൂവിനും പരിചയപ്പെടാൻ പറ്റിയെന്ന്. പിന്നെ നമ്മൾ അതിലോട്ടൊക്കെ ജോയിൻ ചെയ്തു. പിന്നെ ഈ ഒരു പടത്തിന്റെ ക്രൂ, കാസ്റ്റ് എല്ലാവരും ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പൊ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അറിഞ്ഞിട്ടില്ല. ഇതിന്റെ സ്പേസ്, വർക്ക് സ്പേസ് ആണെങ്കിലും ഭയങ്കര അടിപൊളി ഫണ്ണായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു അടിപൊളി സിനിമയാണ്. ഒരു വലിയൊരു മെസ്സേജ് പറയുന്ന ഒരു ഫണ്ണായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ എല്ലാവരും ഈ December 25th ആഘോഷം വന്ന് കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. സോമർ ഒത്തിരി പേര് അതിന്റെ ഫ്രെയിമിങ്ങിനെ പറ്റിയും ക്യാമറമാനെ ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻ കാരണം നമ്മുടെ DOP റോജോ ആണ്. റോജോയ്ക്ക് എന്താ പറയുന്നത്? നമസ്കാരം. എൻ്റെ ആദ്യമായിട്ട് ഫസ്റ്റ് റിലീസാണ് പടം ആഘോഷം. ഒരുപാട് സന്തോഷമുണ്ട് ആഘോഷത്തിലെ ഭാഗമാകാൻ സാധിച്ചതിൽ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. ഹായോ, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ആഘോഷത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അത് നിങ്ങളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങൾ സിനിമ വിജയമാക്കി തരണം. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ആർദ്ര. ഭയങ്കര സന്തോഷം ആഘോഷത്തിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള നിൽക്കാൻ പറ്റിയതിൽ. ആൻഡ് എൻ്റെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ആഘോഷ മൂവിയിൽ ചെയ്യുന്നത്. ലാസ്റ്റ് നിമിഷമാണ് ഞാൻ ബ്ലെസ്സി ആയിട്ട് ഇവിടെ എത്തുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈം മൊത്തം ക്യാമ്പസിലായിരുന്നു എൻ്റെ പോർഷൻ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു മൂവിയായിരുന്നു മൊത്തം. അത് 25th ഇറങ്ങുവാണ്. എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടാവണം ആഘോഷത്തിന്. താങ്ക് യു. ഒപ്പം ചിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ 2025 ക്രിസ്മസിന് ആഘോഷം തൂക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അവിടെ നിൽക്കുന്നത്. ഇവരാരും പറഞ്ഞില്ല, പക്ഷെ ഞാൻ പുറകിൽ പറയാണ് ആഘോഷം തൂക്കും. അത് കൂടെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ തൂക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ പ്രഷറും വരണം. കാരണം നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ. അതിനുള്ള എല്ലാ ചേരുവകളും ഇതിന്റെ ഡയറക്ടർ അമൽകെ ജോലിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീഫൻ ദേവസ്റ്റിയുടെ 2 സോങ്സ് ഉണ്ട്. അത് ഓൾറെഡി നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗൗതമിന്റെ അതിമനോഹരമായിട്ട് ഗാനങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ രീതിയിലും സസ്പെൻസും ത്രില്ലിങ്ങും കോമഡി എല്ലാം കൂടെ നിങ്ങൾ എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും ആഘോഷം. പിന്നെ ലിസ്റ്റ് ചെയ്യുന്ന പ്രത്യേക താങ്ക്സ്. ഞാൻ സുചിത്രമുണ്ട്. അഭിനയ മോഹൻ
എനിക്ക് അതിലേക്ക് വഴിയായിട്ട് ചെയ്തത് അമ്മയാണ്. ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ഓപ്പിച്ചേൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ക്യാൻറ്റീനിൽ. പിന്നെ ഈ ആഘോഷം എല്ലാവർക്കും ഒരു ആഘോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 25 എല്ലാം ഡേ ട്രിപ്പിൽ തന്നെ സിനിമ കാണും. താങ്ക് യു. ഞാൻ സോനയ്ക്ക്. സോ എൻ്റെ പേര് സോന ഫിലിപ്പ്. ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സുജിത്തേട്ട ചേട്ടനാണ് എൻ്റെ ഇതിനകത്ത് റെഫർ ചെയ്തത്. ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് എന്നെ എടുത്ത അമലേട്ടനും താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത്. കാരണം ഇതുവരെ ചെയ്തതിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടും ചെയ്തൊരു മൂവി ആയിരുന്നു. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു. ധ്യാനും അതോടൊപ്പം തന്നെ ജോണി അന്ന് ചേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, രഞ്ജി പണിക്കർ സാറ്, രഞ്ജി പണിക്കർ സാറിന്റെ മോന് നിഖിൽ രഞ്ജി പണിക്കർ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിവ്യദർശൻ, മക്ബൂല്, ഷാജു ശ്രീധർ, അദ്ദേഹം നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. കൈലാഷ്, ഇങ്ങനെ ഒരു നല്ലൊരു ടീം വർക്ക് തന്നെ അതിലുണ്ട്. അതോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന് നമുക്ക് സ്ഥലം തന്നത് ഈ കോളേജ് 50-55 ദിവസം നമുക്ക് തന്നത് പാലക്കാട് യുവക്ഷേത്ര കോളേജാണ്. ആ കോളേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ലഹരി വിമുക്ത കോളേജിനുള്ള അവാർഡ് കിട്ടിയ കോളേജാണ്. അപ്പൊ ആ കോളേജ് തന്നെ നമുക്ക് വേണ്ടി എല്ലാ വാതിലുകളും ഈ നല്ലൊരു സന്ദേശം കൊടുക്കണം, നല്ല സിനിമ എനിക്ക് വേണ്ടി തുറന്നു തന്നു. അപ്പൊ അത് നന്ദിയോടെ അവർക്ക് കാണും. കാരണം പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളിച്ച് വേണമായിരുന്നു ഈ സിനിമ ചെയ്യാൻ. അതിനുള്ള സാധ്യതകളെല്ലാം തന്നത് അവരാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ ടീമിലെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ് നമുക്ക് സമൂഹത്തിൽ നല്ല പാട്ടുകളൊക്കെയാണ്, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നല്ല സിനിമ. അതെന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം അങ്ങനെയൊന്നും അല്ല. യൂത്തിനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും, കലാലയത്തിൻ്റെ ഒരു പാട്ട് ഇതിലുണ്ട്. അത് കൂടെ കൂട്ടിരിക്കാൻ പച്ചമരത്തണലുകളും, അതുപോലെ തന്നെ അതായത് കലാലയത്തിന്റെ വേഡ്സുകളെല്ലാം സന്തോഷ് വർമ്മ മനോഹരമായിട്ട് എഴുതി അതിന് നല്ല ട്യൂണിങ് കൊടുത്തേക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് പാട്ടുകൾക്കുള്ള ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് ഈ സിനിമയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഒത്തിരിയേറെ നല്ല കുട്ടികളെ നമ്മൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, ഒത്തിരിയേറെ കുട്ടികളെ. അപ്പോൾ അതെല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു. നമ്മുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. നല്ല സിനിമകൾ ഒത്തിരിയേറെ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെ ഈ പിറ്റേ ദിവസം തന്നെ ടെലിഗ്രാം ഇറങ്ങുന്ന ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷെ തിയേറ്ററിൽ വന്ന് നമ്മുടെ സിനിമ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കും. അതിനുവേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ എന്നാണ് എനിക്ക് ഒരിക്കലും കൂടി പറയുന്നത്. ആഘോഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ ആഘോഷമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് ആഘോഷമായിട്ട് അതിന് തിയേറ്ററിലേക്ക് എത്തില്ല. അപ്പോൾ പ്രേക്ഷകരും ആഘോഷമായിട്ട് ഏറ്റെടുത്ത് വിചാരിക്കുന്നത്. കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റില്ല. കാരണം ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ പടം ഒരിക്കലും ബോറടിപ്പിക്കുന്നില്ല. അത് മാത്രമല്ല, ഇപ്പം ഇന്നലെ കൂടെ ഞങ്ങളിങ്ങനെ പടം ഫൈനൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ നരേന്ദ്രയൊക്കെ എനിക്കൊന്ന് ക്ലാസ്മേറ്റ്സ് ഇപ്പോഴാണ് ഞങ്ങളോട് നമ്മുടെ പടത്തിന്റെ ഫൈനൽ മിക്സ് തന്നെ അവിടെയുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് പടങ്ങളുടെ ആൾക്കാർ പോലും ക്ലാസ്മേറ്റ്സിലുള്ള മുരളി എന്ന കഥാപാത്രമൊക്കെ അതിന് വേറെ കുറച്ചുകൂടെ പ്രായം കൂടുതൽ ആഘോഷിക്കുന്നവരുടെ അന്ന് സ്റ്റുഡന്റ് ആണെങ്കിലും ഇന്ന് അധ്യാപകരാണ് നമ്മുടെ പടത്തിൽ. പക്ഷെ കാണുമ്പോൾ കുറച്ച് ഏജ് കുറവ് തോന്നിക്കുന്നത്. അല്ല, ഇങ്ങനെയൊക്കെ പറയാനൊക്കെ വാട്സപ്പ് മെസ്സേജ് അല്ല, സീരിയസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ ആദ്യം ഫസ്റ്റ് നരേന്ദ്രയുടെ ഗെറ്റപ്പ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ടീച്ചറായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ഗെറ്റപ്പ് പിടിക്കാനുള്ളത്. ഞങ്ങൾ മീശ മാത്രം ഗെറ്റപ്പ് ഗെറ്റപ്പ് ആലോചിച്ചു. അപ്പൊ അത് മുരളി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വേറെ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഒരു താടി വെച്ച് ഗെറ്റപ്പ് പിടിക്കാറുണ്ട്. പക്ഷെ അത് ഗെറ്റപ്പിൽ വന്നപ്പോൾ അത് നരേന്ദ്ര വന്ന് സജസ്റ്റ് ചെയ്തൊരു ഗെറ്റപ്പായിരുന്നു. എന്റെ വേണ്ടി വേറൊരു ഗെറ്റപ്പായിരുന്നു. പക്ഷെ അത് ആ ഗെറ്റപ്പിൽ കണ്ടപ്പോ നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടർ സൂര്യ എന്ന കഥാപാത്രത്തിൽ ആ ക്യാരക്ടർ അങ്ങനെ നമുക്ക് ഉദ്ദേശിച്ചതിനേക്കാളും വേഗം നമുക്ക് കിട്ടി. അത് ഗംഭീരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഘോഷം ഈ പറഞ്ഞില്ല, ആഘോഷം തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു